ഹായ് കൂട്ടുകാരെ, നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. കൂട്ടുകാരെ, ഇന്നലെ എനിക്ക് വീഡിയോസ് ഇടാൻ പറ്റാതിരുന്നത് എൻ്റെ ഫോൺ നഷ്ടപ്പെട്ടു പോയായിരുന്നു. മിനിങ്ങാന്ന് രാത്രിയിൽ ഞാൻ വർക്ക് കഴിഞ്ഞ് പോകുന്ന സമയത്ത് എൻ്റെ സൈഡ് പോക്കറ്റിലായിരുന്നു ഞാൻ ഫോൺ ഇട്ടത്. നല്ല കട്ടറാണ്. ആ സമയത്ത് എൻ്റെ ഫോൺ തെറിച്ചു പോയതാണ്, ഞാൻ അറിഞ്ഞില്ല. വീട്ടിൽ ചെന്ന് വേഗം ക്ലാസ് അറ്റൻഡ് ചെയ്യേണ്ട ധൃതിയിൽ ഫോൺ എടുക്കാൻ നോക്കുമ്പോഴേക്ക് ഫോൺ കാണുന്നില്ല. അന്നേരത്തേക്ക് എൻ്റെ പാതി ജീവൻ പോയി. കാരണം മെയിൻ റോഡിലാണ് വീണതെങ്കിൽ വണ്ടിയൊക്കെ കയറി എൻ്റെ ഫോൺ നഷ്ടപ്പെട്ടു പോകുമല്ലോ എന്ന് ഓർത്തിട്ടൊക്കെ എനിക്ക് ആകെ അങ്ങ് വല്ലാത്തൊരു ടെൻഷനായിരുന്നു. എന്നിരുന്നാലും ദൈവം അനുഗ്രഹിച്ച് ഞാൻ കുറേ നേർച്ചയൊക്കെ ചെയ്തു, പ്രാർത്ഥിച്ചു ഒരുപാട്. ഫോണിലേക്ക് വിളിച്ചു നോക്കിയപ്പോഴേക്ക് ഒരു കൊച്ചിന് ഫോൺ കിട്ടി. അതൊരു കാട്ടി കിടന്നിട്ടാണ് കിട്ടിയത് സൈഡിൽ. എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു ഫോൺ തിരിച്ചു കിട്ടിയപ്പോഴേക്ക്. അത് എങ്ങനെയാണെന്ന് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ലായിരുന്നു. അതുകൊണ്ടായിരുന്നു ഞാൻ ഇന്നലെ ക്ലാസ് ഇടാതിരുന്നത്. സ്ക്രീൻ ഗാർഡൊക്കെ പൊട്ടിയായിരുന്നു. അപ്പോൾ അത് കറക്റ്റ് ചെയ്യാൻ വേണ്ടി കൊടുത്തേക്കുമായിരുന്നു. പിന്നെ ഷോർട്ട് വീഡിയോ ഒക്കെ ഇട്ടുകൊണ്ടിരുന്നത് എൻ്റെ വേറൊരു മൊബൈൽ വെച്ചിട്ടാണ്. കൂട്ടുകാരെ, ഇനി നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ഇന്ന് സൗജന്യ ബ്യൂട്ടീഷ്യൻ കോഴ്സിൻ്റെ 10ാമത്തെ ക്ലാസ് ആണ്. കഴിഞ്ഞ ദിവസം ഞാൻ ഹെയർ ഷാമ്പൂ, കണ്ടീഷണറും സിറവും ഉപയോഗിക്കേണ്ട ക്ലാസ്സുകൾ തന്നിരുന്നു. pH ബാലൻസ് എന്താണെന്നുള്ളത്. ആ ക്ലാസ്സിൻ്റെ ഇടയിൽ എന്നോട് ഒരു കുട്ടി ഷാമ്പൂ ഉപയോഗിക്കേണ്ടത് ഏത് ഷാമ്പൂ ആണ്, എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്നൊക്കെ ചോദിച്ചായിരുന്നു. അതുപോലെ തന്നെ കുറച്ച് പേര് പേഴ്സണലായിട്ട് തന്നെ മെസ്സേജ് അയച്ച് ചോദിച്ചിരുന്നു. പറയാതിരിക്കുമായിരുന്നു ഞാനൊരു ക്ലാസ് ആയിട്ട് തരാമെന്ന് കരുതി. നമ്മൾ ഹെയർ ഷാമ്പൂവും കണ്ടീഷണറും ഉപയോഗിക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം. പലവിധ കമ്പനികളുടെ ഉണ്ട്, ബ്രാൻഡഡ് ആയിട്ടുള്ളതുണ്ട്, ചീപ്പ് റേറ്റിൽ കിട്ടുന്നതുണ്ട്. എന്നാൽ ഞാൻ നിങ്ങൾക്കിവിടെ നമുക്ക് താങ്ങാൻ പറ്റുന്ന വിലയിലുള്ള കുറച്ച് പ്രൊഡക്റ്റിൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞുതരാം. നമ്മുടെ എല്ലാവരുടെയും ഹെയർ വ്യത്യസ്തമാണ്. അപ്പോൾ ഓരോ ഹെയറിനും എങ്ങനെയാണ്, ഏതൊക്കെ വിധത്തിലാണ് ഷാമ്പു ഉപകാരപ്പെടുന്നതെന്നുള്ളതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് പറഞ്ഞുതരാം. നിങ്ങളത് കറക്റ്റായിട്ട് ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ കൂട്ടുകാരെ, വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ എന്നെ പൂർണ്ണമായിട്ട് സപ്പോർട്ട് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. ഡ്രൈ ആയിരിക്കുന്ന ഹെയറിന് നമ്മളിപ്പോൾ ആൻറ്റി ഡാൻഡ്രഫിനൊക്കെ യൂസ് ചെയ്യുന്ന പോലത്തെ ഷാമ്പു ഉപയോഗിക്കാൻ പാടില്ല. ഡ്രൈ ആയിരിക്കുന്ന ഹെയറിന് നമുക്ക് വേണ്ടത് എന്താണ്? മോയ്സ്ചറൈസിങ് ആണ്. അപ്പോൾ മോയ്സ്ചറൈസിങ് കണ്ടന്റ് അടങ്ങിയിട്ടുള്ള ഷാമ്പു വേണം നമ്മൾ ഉപയോഗിക്കാൻ. ഓരോ ഹെയറും ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ഓയിലി ഹെയറിന് ഉപയോഗിക്കുന്ന ഷാമ്പു ഡ്രൈ ഹെയറിന് ഉപയോഗിക്കാൻ പാടില്ല. ഡ്രൈ ഹെയറിന് ഉപയോഗിക്കുന്ന ഷാമ്പു ഓയിലി ഹെയറിന് ഉപയോഗിക്കാൻ പാടില്ല. അതുപോലെ തന്നെ വേവി ഹെയറിന്, പിന്നെ ഡാൻഡ്രഫ് ഉള്ള ഹെയറിന്, ഹെയർ പൊഴിയുന്ന അവസ്ഥയ്ക്ക്, അങ്ങനെ എല്ലാം ഡിഫറെൻ്റ് ആയിരിക്കണം. ഇപ്പം ഒരു കമ്പനീൻ്റെ എനിക്ക് സ്യൂട്ടാവുന്നത് പോലെ നിങ്ങൾക്ക് സ്യൂട്ടാവണമെന്നില്ല. അതുകൊണ്ട് എല്ലാം വ്യത്യസ്തമായിരിക്കണം. നിങ്ങൾ കറക്റ്റായിട്ട് നോക്കിയിട്ട് വേണം ഓരോ പ്രൊഡക്റ്റും വാങ്ങാൻ. ഞാൻ എല്ലാത്തിൻ്റെയും ഡീറ്റെയിൽസ് പറഞ്ഞുതരാം. ഓരോന്നിനും എന്താണ് ആവശ്യങ്ങൾ എന്ന് പറഞ്ഞുതരാം. ഓരോ ഹെയറിനും, അതായത് ഇപ്പോൾ ഡ്രൈ ഹെയറിന് എന്താണോ ആവശ്യം, ഓയിലി ഹെയറിന്, അതുപോലെ തന്നെ ഡാൻഡ്രഫ് ഉള്ള ഹെയറിന്. അപ്പോൾ ഓരോ ഹെയറിൻ്റെയും വ്യത്യസ്തമായ രീതികളാണ്. അതെന്താണെന്ന് കറക്റ്റായിട്ട് പറഞ്ഞുതരാം. എല്ലാവരും ഒന്ന് നോട്ട് ചെയ്യുക. ഡ്രൈ ആയിരിക്കുന്ന ഹെയറിലേക്ക് ഓയിലി ഹെയറിന് ഇടുന്ന ഷാമ്പു ഉപയോഗിക്കരുത്. ഡ്രൈ ഹെയറിന് നമുക്ക് പ്രധാനമായിട്ട് വേണ്ടത് മോയ്സ്ചറൈസിങ് കണ്ടന്റ് ആണ് വേണ്ടത്. ഡ്രൈ ഹെയറിന് വേണ്ടത് മോയ്സ്ചറൈസിങ് ഷാമ്പു ആണ്. അതായത് നമ്മുടെ ഡ്രൈ ആയിരിക്കുന്ന മുടിയെ നല്ലൊരു സ്മൂത്തനിങ് അവസ്ഥയിലേക്ക്, അതായത് മോയ്സ്ചറൈസിങ്, ഒരു തിളക്കം ഒക്കെ കിട്ടുവാൻ വേണ്ടിയാണ് നമ്മൾ മോയ്സ്ചറൈസിങ് ഷാമ്പു ഉപയോഗിക്കുന്നത്. മോയ്സ്ചറൈസിങ് ഷാമ്പുവിനകത്ത് അടങ്ങിയിരിക്കുന്നത് ഷിയ ബട്ടറും അർഗൻ ഓയിലും ആണ്. നിങ്ങൾ ഒരു പ്രൊഡക്റ്റ് എടുക്കുമ്പോൾ അത് കൃത്യമായിട്ട് നോക്കുക. നിങ്ങളുടെ ആവശ്യം എന്താണ്, നിങ്ങളുടെ ഹെയർ ഇപ്പോൾ എന്താണെന്ന് എനിക്ക് അറിയത്തില്ല. നിങ്ങളുടെ ഹെയർ ഡ്രൈ ആയിട്ടുള്ള ഒരു ഹെയർ ആണെങ്കിൽ നിങ്ങളിപ്പോൾ ഒരു ഷോപ്പിൽ പോയിട്ട് ഒരു ഷാമ്പു സെലക്ട് ചെയ്യുകയാണ്. അപ്പോൾ ഡ്രൈ ആയിട്ടിരിക്കുന്ന ഹെയറിന് എന്താണ് ആവശ്യം? ഷിയ ബട്ടറും അർഗൻ ഓയിലും ഒക്കെ അതിനകത്ത് അടങ്ങിയിട്ടുണ്ടോ എന്ന് നോക്കുക. വ്യക്തമായിട്ട് വായിച്ചുറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം പ്രോഡക്റ്റ് എടുക്കുക. ഡ്രൈ ഹെയറിന് ഹൈഡ്രേറ്റിംഗ് ഷാമ്പും യൂസ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഓയിലി ഹെയറിന് നമ്മൾ ശരിക്കും ഉപയോഗിക്കേണ്ടത് ക്ലാരിഫൈങ് ഷാമ്പു ആണ്. ഇതിനകത്ത് അടങ്ങിയിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് ടീ ട്രീ ഓയിലാണ്. കേളി ഹെയർ കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിരുന്നു. നമുക്ക് കേളി ഹെയർ എങ്ങനെയാണ് നമുക്ക് നാച്ചുറലായിട്ടുള്ള രീതിയിൽ പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റുന്നതെന്ന്. കേളി ഹെയർ ഒരുപാട് ഡ്രൈ ആയിരുന്നാൽ നമുക്ക് കേൾസ് കറക്റ്റായ രീതിയിൽ കിടക്കത്തില്ല. അതിനകത്ത് കുറച്ചെങ്കിലും
മോയ്സ്ചറൈസ് കണ്ടന്റ് ഉണ്ടെങ്കിൽ മാത്രമേ കേളി ഹെയർ കറക്റ്റ് ആയ രീതിയിൽ കിടക്കത്തുള്ളൂ. കേളി ഹെയറിന് ഹൈഡ്രേറ്റിംഗ് ഷാമ്പു ആണ് യൂസ് ചെയ്യേണ്ടത്. നമുക്കറിയാം സോപ്പും ഷാമ്പുവും പതയണമെങ്കിൽ നമ്മൾ SLS ഉപയോഗിക്കാറുണ്ട്. SLS ധാരാളമായിട്ട് അടങ്ങിയാൽ മാത്രമേ സോപ്പിനും ഷാമ്പുവിനും നല്ല പതയുണ്ടാവുകയുള്ളൂ. നമ്മളിപ്പോൾ പതയില്ലാത്ത ഒരു ഷാമ്പുവോ അല്ലെങ്കിൽ ഫേസ് വാഷോ സോപ്പൊന്നും ഉപയോഗിക്കുമ്പോൾ നമുക്ക് അത്ര സുഖം തോന്നത്തില്ല. നമുക്കൊരു കുളിച്ചതുപോലെയോ അല്ലെ ഹെയറിൽ ഷാമ്പു ഇട്ടതുപോലെയൊക്കെ നമുക്ക് ഫീൽ ചെയ്യണമെങ്കിൽ കുറച്ച് പതയൊക്കെ ഉണ്ടായാലേ പറ്റത്തുള്ളൂ. അപ്പോൾ SLSും SLESും ഇത് രണ്ടും കുറവായ രീതിയിൽ വരുന്ന ഷാമ്പു ഉപയോഗിക്കുക കേളി ഹെയർ ഉള്ളവർ. SLS കൂടുതലായിട്ട് അടങ്ങിയിട്ടുണ്ടെങ്കിൽ പത കൂടുതലായിട്ടുണ്ടാവും. അപ്പം നമ്മുടെ ഹെയറിലുള്ള മോയ്സ്ചറൈസിങ് കണ്ടന്റ് പോകും. മോയ്സ്ചറൈസിങ് കണ്ടന്റ് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഹെയർ എന്താ പറയുക കേൾസ് ആയി കിടക്കുമ്പോൾ അത് കറക്റ്റായ ഒരു സ്ട്രക്ചറിൽ കിടക്കത്തില്ല. അതിൻ്റെ രൂപഭംഗിയൊക്കെ നഷ്ടപ്പെടും. ഡ്രൈ ആയിരിക്കുന്ന അവസ്ഥയായിരിക്കും. അല്ലെങ്കിൽ ഒരു ഫ്രിസി ഹെയർ പോലെ ആയിരിക്കും നമ്മുടെ കേളി ഹെയർ കിടക്കുന്നത്. കേൾസ് കാണാൻ ഒട്ടും ഭംഗി ഉണ്ടാവില്ല. കേളി ഹെയർ ഉള്ളവർ ഹൈഡ്രേറ്റിംഗ് ഷാമ്പു യൂസ് ചെയ്യുക. അതുപോലെ തന്നെ SLS SLES അടങ്ങിയ രാസപദാർത്ഥമുള്ള ഷാമ്പു ഉപയോഗിക്കാതിരിക്കുക മാക്സിമം. ചിലരുടെ ഹെയർ ഫൈൻ ഹെയർ ആയിട്ട് കിടക്കുന്ന കാണാം. അതായത് നല്ല സ്ട്രെയിറ്റ് ആയിട്ട് ഒട്ടും തിക്നെസ് ഇല്ലാതെ കിടക്കുന്ന ഹെയർ കാണാം. ആ ഹെയറിന് നമുക്ക് എന്താ പറയുക തലയോട്ടിയോട് ചേർന്നായിരിക്കും ഇരിക്കുന്നത്. ഒട്ടും വോളിയം തോന്നിക്കത്തില്ല. അപ്പം വോളിയം കൂട്ടുവാനായിട്ട് ആ ലെവലിലുള്ള ഷാമ്പു വേണം യൂസ് ചെയ്യുക. ഫൈൻ ഹെയറിന് നമ്മൾ ഒരു കാരണവശാലും ഡ്രൈ ഹെയറിൽ ഇടുന്ന ഷാമ്പു ഉപയോഗിക്കാൻ പാടില്ല. ഡ്രൈ ഹെയറിൽ ഇടുന്ന ഷാമ്പൂവിൽ മോയ്സ്ചറൈസിങ് കണ്ടന്റ് കൂടുതലാണ്. അപ്പോൾ ഫൈൻ ഹെയറിലേക്ക് നമ്മളത് ഉപയോഗിക്കുമ്പോൾ ഒന്നുകൂടി അത് തിക്നെസ് വളരെ കുറവായതുപോലെ തോന്നും. അതുകൊണ്ട് വോളിമൈസിങ് ഷാമ്പു യൂസ് ചെയ്യുക. നോർമൽ ഹെയറിന് ഞാൻ ഈ പറഞ്ഞ ഏത് ഷാമ്പു വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. പ്രധാനമായിട്ടും SLS അടങ്ങിയ ഷാമ്പു ഉപയോഗിക്കാതിരിക്കാം. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിരുന്നു ഷാമ്പുവും കണ്ടീഷണറും അതിൻ്റെ രണ്ടിൻ്റെ ഉപയോഗം രണ്ട് രീതിയിലാണ്. അത് കറക്റ്റായിട്ട് നോക്കിയിട്ട് ഉപയോഗിക്കുക. കണ്ടീഷണർ ഒരു കാരണവശാലും സ്കാൾഫിലാകാൻ പാടില്ല. അപ്പോൾ കൂടുതലായിട്ട് മോയ്സ്ചറൈസിങ് കണ്ടന്റ് സ്കാൾഫിൽ അടങ്ങിയിരിക്കുമ്പോൾ ഹെയർ നന്നായിട്ട് പൊഴിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. ഹെയറിൻ്റെ മിഡിൽ ഏരിയ തൊട്ടിട്ട് എൻഡ് ഭാഗം വരെ കണ്ടീഷണർ ഉപയോഗിച്ചാൽ മതി. സ്കാൾഫിലേക്ക് ഏറ്റവും ലാസ്റ്റ് ആയിട്ട് വരുന്ന കുറച്ച് ഭാഗം മാത്രം ഹെയറിൽ ടച്ച് ചെയ്ത് കൊടുക്കുക. അല്ലാതെ തലയോട്ടിയിലേക്ക് ഒട്ടും ആകാൻ പാടില്ല. ഈ ഭാഗത്ത് വരുന്ന ഹെയറിൽ ചെറിയ രീതിയിലൊന്ന് ടച്ച് ചെയ്ത് കൊടുക്കുക. കൂട്ടുകാരെ, നിങ്ങളുടെ ഹെയർ ഡ്രൈ ഹെയർ ആണെന്ന് വിചാരിക്കുക. നിങ്ങൾ ഒരു സ്ഥാപനത്തിൽ ചെന്ന് കഴിയുമ്പോൾ അവർ പറയും ഇന്ന പോലെയുള്ള ഷാമ്പു ഉപയോഗിക്കാം, അത് നല്ലതാണെന്ന് പറയും. കാരണം അത് അവർക്ക് മാർക്കറ്റിംഗ് രീതിയാണ്. നിങ്ങളുടെ അവസ്ഥ എന്താണെന്ന് നിങ്ങൾക്ക് മാത്രമേ അറിയത്തുള്ളൂ. അന്നേരം നിങ്ങൾ ഡ്രൈ ഹെയർ ആണെങ്കിൽ നിങ്ങൾ ഒരു കാരണവശാലും വേറെ ഷാമ്പു ഒന്നും ഉപയോഗിക്കരുത്. മോയ്സ്ചറൈസിങ് കണ്ടന്റ് ഉള്ള ഷാമ്പു ഉപയോഗിക്കുക. അതുപോലെ തന്നെ താരൻ ഉള്ളവർ താരന് വേണ്ടിയുള്ള ഷാമ്പു ഉപയോഗിക്കുക. മുടി കൊഴിയുന്നവർ മുടി കൊഴിയുന്ന രീതിക്ക് എല്ലാം വ്യത്യസ്തമായ രീതിയിൽ ഉപയോഗിക്കണം. എല്ലാത്തിനും കൂടെ ഒറ്റ രീതിയിൽ ഒരു ഷാമ്പു ഉപയോഗിക്കാൻ പാടില്ല കൂട്ടുകാരെ. അതുപോലെ തന്നെ നമ്മൾ ഓയിലി ഹെയറും ഡ്രൈ ഹെയറും ആയിട്ട് വരുന്ന ചിലരെയെങ്കിലും കണ്ടിട്ടുണ്ടാവും. അതായത് സ്കാൾഫിൽ നല്ല ഓയിലും ഹെയറിലേക്ക് വരുമ്പോൾ ഡ്രൈ ആയിട്ടിരിക്കുന്ന അവസ്ഥയാണെങ്കിൽ നിങ്ങൾ ഷാമ്പു വാഷ് ചെയ്യുക. ഷാമ്പു വാഷ് ചെയ്തിട്ട് ഹെയറിലേക്ക് മോയ്സ്ചറൈസിങ് കണ്ടന്റ് ധാരാളമായിട്ട്, അതായത് ഹെയറിനാണ് ഡ്രൈ ആയിരിക്കുന്നത്, അപ്പോൾ ഹെയറിലേക്ക് നിങ്ങൾ മോയ്സ്ചറൈസിങ് കണ്ടന്റ് അടങ്ങിയിട്ടുള്ള കണ്ടീഷണർ തേച്ച് കൊടുക്കുക. കൂട്ടുകാരെ, ഇനി ഓരോ ഹെയറിനും വേണ്ട ഷാമ്പു കണ്ടീഷണർ എന്താണെന്നുള്ളത് വ്യക്തമായിട്ട് ഞാൻ സ്ക്രീനിൽ രേഖപ്പെടുത്താം. നിങ്ങളെല്ലാവരും അത് കറക്റ്റായിട്ട് നോട്ട് ചെയ്ത് വെക്കണം. ഒരാൾ സംശയം ചോദിച്ചതുകൊണ്ടാണ് എന്നാൽ എല്ലാവർക്കും ഉപകരിക്കുമല്ലോ എന്നോർത്ത് ഞാനിങ്ങനെ പറഞ്ഞു തരുന്നത്. അതുപോലെ തന്നെ ഞാൻ എൻ്റെ കൂട്ടുകാരോട് വീണ്ടും പറയാണ്, എൻ്റെ ക്ലാസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് എങ്ങനെയെങ്കിലും ഉപകരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യണം. സപ്പോർട്ട് ചെയ്യാതെ ഇരിക്കരുത്. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് എല്ലാവരും എന്നെ നല്ല രീതിയിലൊന്ന് സപ്പോർട്ട് ചെയ്യുക. കൂട്ടുകാരെ, ഞാൻ നിങ്ങൾക്ക് കറക്റ്റായിട്ട് തന്നെ ക്ലാസ് ഇട്ട് തരാം. ചില സമയങ്ങളിൽ എനിക്ക് പറഞ്ഞ സമയത്ത് ക്ലാസ് ഇടാൻ പറ്റാറില്ല. എപ്പോഴും തന്നെ വൈകിട്ടാണ് ഇടാറ്. എത്ര വൈകിയാലും ഞാൻ നിങ്ങൾക്ക് ക്ലാസ് ഇട്ട് തരാം. അതായത് എനിക്ക് വേറെ ക്ലാസ്സുകളുണ്ട്. ആ ക്ലാസ്സൊക്കെ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് എനിക്ക് കറക്റ്റ് ടൈമിൽ വീഡിയോസ് എടുക്കാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ എൻ്റെ ഫോണിൻ്റെ സ്റ്റോറേജ് ഫുള്ളായിട്ട്
അങ്ങനെ ബുദ്ധിമുട്ടുകളാണ്. നമ്മൾ വീഡിയോസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ സ്റ്റോറേജ് ഫുള്ള് കാണിക്കും. അപ്പം ഞാൻ വീണ്ടും വീണ്ടും ഓരോന്ന് ഡിലീറ്റ് ചെയ്തിട്ടാണ് നിങ്ങൾക്ക് വീഡിയോസ് ഇട്ട് തരുന്നത്. എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് ജെനുവിനായിട്ട് തന്നെ പറയുന്നതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾ തിരിച്ചും എന്നെ സപ്പോർട്ട് ചെയ്യുക. കൂട്ടുകാരെ, നിങ്ങൾ വളരെ ശ്രദ്ധിച്ച് നോക്കുക. ഇതിനകത്ത് ഞാൻ കുറച്ച് ഷാമ്പു, കണ്ടീഷണർ, സിറം ഇതിൻ്റെ എല്ലാം ഫോട്ടോസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഏത് ഹെയറിനാണ് വേണ്ടത് എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾ കറക്റ്റായിട്ട് നോക്കി ഉപയോഗിക്കുക. ആദ്യം കൊടുത്തിരിക്കുന്നത് ഡ്രൈ ഹെയറിനാണ്. ഇവിടെ ഞാൻ എഴുതി കൊടുത്തിട്ടുണ്ട് ഡ്രൈ ഹെയറിന് എവിടം വരെയുള്ള ഷാമ്പൂസാണ് പോകുന്നതെന്ന്. അത് നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചിട്ട് നോക്കി എഴുതിയെടുക്കുക. ഓയിലി ഹെയറിന് വേണ്ടത് ക്ലാരിഫൈങ് ഷാമ്പൂ ആണ്. ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഏത് ഷാമ്പൂ ആണെന്ന് നിങ്ങൾ നോക്കുക. അടുത്തത് ഡാമേജ്ഡ് ഹെയർ ആണ്. ഡാമേജ്ഡ് ഹെയറിന് വേണ്ടിയുള്ള ഷാമ്പൂ ഞാനിവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 2 ഷാമ്പൂ ആണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതിൻ്റെ കണ്ടീഷണറും കൂടെ നോക്കി വാങ്ങുക, സിറവും വാങ്ങുക. അടുത്തത് വേവി ഹെയറിൻ്റെയാണ്. അതിൻ്റെ ഷാമ്പൂവും കണ്ടീഷണറും നോക്കി. അടുത്ത ഷാമ്പൂ മുടി കൊഴിച്ചിലിനാണ്. ഹെയർ ഓയിൽ, കണ്ടീഷണർ, ഷാമ്പൂ ഇതെല്ലാം രേഖപ്പെടുത്തിയിട്ടുണ്ട്. കൂട്ടുകാരെ, അടുത്ത ഷാമ്പൂ ഡാൻഡ്രഫിന് വേണ്ടിയുള്ളതാണ്. ഇതിനകത്ത് ഞാൻ 2 കമ്പനിയുടെ പേര് രേഖപ്പെടുത്തിയിട്ടുണ്ട്. കൂട്ടുകാരെ, ഇനിയും വ്യത്യസ്തമായ ഒരുപാട് ഷാമ്പൂ മാർക്കറ്റിലുണ്ടെന്ന് നിങ്ങൾക്കറിയാം. അപ്പോൾ നിങ്ങളുടെ മുടിയുടെ അവസ്ഥ എന്താണ്, എങ്ങനെയുള്ള ഷാമ്പൂ ആണ് നിങ്ങൾക്ക് വേണ്ടത് എന്ന് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ ഒരു ഷാമ്പൂ വാങ്ങുക. ഏത് കമ്പനിയുടെ ഷാമ്പൂ ആണ് നല്ലതെന്നല്ല, നിങ്ങളുടെ ഹെയറിൻ്റെ അവസ്ഥ എന്താണെന്ന് നിങ്ങൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. അതിനനുസരിച്ച് വേണം ഒരു ഷാമ്പൂവും കണ്ടീഷണറും സിറവും യൂസ് ചെയ്യും. അതെല്ലാം ഞാൻ ഈ ക്ലാസ്സിലൂടെ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. സ്കിപ്പ് ചെയ്യാതെ ഈ ക്ലാസ് നിങ്ങൾ മുഴുവനായിട്ട് കേൾക്കുക. എന്നിരുന്നാൽ മാത്രമേ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ടുള്ള ഒരു ആൻസർ കിട്ടുകയുള്ളൂ. നമുക്ക് താങ്ങാൻ പറ്റുന്ന ഒരു വിലയിലുള്ള ഷാമ്പുവിൻ്റെയും കണ്ടീഷണറിൻ്റെയും ഇമേജസ് ആണ് ഞാനിവിടെ കൊടുത്തിരിക്കുന്നത്. കൂട്ടുകാരെ, ഞാൻ നിങ്ങൾക്ക് ഓരോ ദിവസവും ഓരോ ക്ലാസ്സും വളരെ കഷ്ടപ്പെട്ടിട്ടാണ് പറഞ്ഞു തരുന്നത്. ഇതൊരു ബ്യൂട്ടീഷ്യൻ കോഴ്സ് പഠിക്കുന്ന കുട്ടികൾക്ക് മാത്രമല്ല, ഈ ഷാമ്പു ഉപയോഗിക്കുന്ന എല്ലാവരും ഇത് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് ഞാൻ ഇത്ര ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നത്. ആരും ഇതുപോലൊന്നും പറഞ്ഞു തരത്തില്ല. ഇനിയും ഒരുപാട് നല്ല ക്ലാസ്സുകളുണ്ട്. നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്താൽ മാത്രമേ ഞാനിനി നിങ്ങളുടെ മുന്നിലേക്ക് നല്ല നല്ല ക്ലാസ്സുകളുമായിട്ട് വരത്തുള്ളൂ. അതുകൊണ്ട് മടി കൂടാതെ എല്ലാവരും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ക്ലാസ് കേട്ടിട്ട് പോയാൽ മാത്രം പോരാ, നിങ്ങളുടെ സപ്പോർട്ടും കൂടി എനിക്ക് വേണ്ടേ. എനിക്ക് തീർച്ചയായിട്ടും നിങ്ങളുടെ സപ്പോർട്ട് വേണം. ഞാൻ പറഞ്ഞ ക്ലാസ്സുകളെല്ലാം വ്യക്തമായിട്ട് മനസ്സിലാക്കുക. ഓരോ കാര്യങ്ങളും എന്താണെന്ന് മനസ്സിലാക്കിയാൽ മാത്രമേ നിങ്ങൾക്ക് കറക്റ്റായിട്ട് അത് ഉപയോഗിക്കാൻ പറ്റൂ. കൂട്ടുകാരെ, ഇനി പുതിയൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം. ടാറ്റ, ബൈ ബൈ, സി യു.